Hello friends, welcome to the channel. എല്ലാവർക്കും ഗുഡ് ഹാപ്പൻസ് ഹിയർ എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എ സിയുടെ ഒരു ടിപ്സും അതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ കാണുക. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ നോർമലി എല്ലാവരും ഇപ്പോൾ ചെയ്യാൻ എന്താ വെച്ചാൽ എ സി വാങ്ങിച്ചിട്ട് ഇപ്പോൾ നോർമലി ആൾക്കാർ വെച്ചാൽ ഒരു 80% ആൾക്കാർ ഇതേ പരിപാടി ചെയ്യുക. രാത്രി നമ്മൾ കിടങ്ങാട്ട് പോകുമ്പോൾ ഒരു അരമണിക്കൂർ എ സി ഓൺ ചെയ്ത് വയ്ക്കും. ഒരു 18 വരെയൊക്കെ 18 16 മാക്സിമം ടെമ്പറേച്ചർ കുറച്ചിട്ട് വെക്കും. എന്നിട്ട് എന്താ കിടന്നിട്ട് ഒരു മണിക്കൂർ ആകുമ്പോഴേക്കും എ സി ഓഫ് ചെയ്യും. അപ്പോൾ അതാണ് മിക്ക ആൾക്കാരും ചെയ്യാറ്. ഇപ്പോൾ പണ്ട് തൊട്ടേക്കുള്ള ആൾക്കാർ അത് തന്നെ ചെയ്യാറ്. ഇപ്പോൾ മിക്കതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻവെർട്ടർ എ സി വരണാട്ടൊക്കെ മുമ്പൊക്കെ മിക്ക ആൾക്കാർ അത് തന്നെ ചെയ്യാറ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നോർമൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 36 ആണ്. അപ്പോൾ 36, 37, 34 അങ്ങനെ റേഞ്ചിൽ കുറേ പേർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നമ്മുടെ ബോഡിക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 24, 25, 26 ആ റേഞ്ചിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയുടെ ഉള്ളിലത്തെ നമ്മുടെ ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ ബോഡി ഫുൾ ഒരു മോളിക്കുലർ ചേഞ്ചസ് ഒക്കെ വരും, ബയോളജിക്കൽ ചേഞ്ചസ് ഫുൾ വരും ബോഡിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കുറേ പേർക്ക് എ സിയിൽ കിടന്നിട്ട് എന്താ പറയുക കോൾഡ് വരിക, അതുപോലെ അങ്ങനെ കുറേ അലർജി വരിക, അങ്ങനത്തെ കുറേ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഈ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിന് പകരം ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ പക്ഷേ ഇപ്പോൾ നല്ല റേറ്റ് വരുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെ കുഴപ്പമില്ല. ഇൻവെർട്ടർ എ സി വന്നതിന് ശേഷം വലിയ ഇഷ്യൂ ഇല്ല ഇതിനെ കൊണ്ട് തന്നെ. ഇപ്പോൾ നമുക്കൊരു 24 to 26 അല്ലെങ്കിൽ 27 ആയാലും 28 ആയാലും കുഴപ്പമില്ല. അപ്പോൾ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല 28 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഡിഗ്രിയിൽ ടെമ്പറേച്ചർ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പോൾ ഹെൽത്തിന് നല്ലതാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്തിനും കൂടി പൊട്ടയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എനർജിയുടെ കാര്യം അതുപോലെ മണിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 18 ഇപ്പോൾ കിട്ടും. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മുടെ ഒരു ടെമ്പറേച്ചർ നമ്മൾ രാത്രി നോക്കുമ്പോൾ ഒരു 32 എന്തായാലും ഉണ്ടായിരിക്കും ഈ സമയത്ത്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് എ സി ഇട്ടു, 18 ഡിഗ്രിയിൽ എ സി ഇട്ടു. അപ്പോൾ ഫുൾ കംപ്രസർ വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ എ സിയുടെ കംപ്രസർ എന്ന് വെച്ചാൽ എ സിയുടെ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ റൂമിലത്തെ ഹീറ്റിനെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ അതിലത്തെ കംപ്രസറിലത്തെ ഗ്യാസ് ഉണ്ടല്ലോ, റെഫ്രിജറൻറ്റ് ഗ്യാസിനെ വെച്ചിട്ട് ലിക്വിഡ് ആക്കിയിട്ട് നമുക്ക് കൂൾ ചെയ്യാണ് പരിപാടി സംഭവം. അങ്ങനത്തെ 3 സംഭവങ്ങളുണ്ട് നമ്മുടെ എ സിക്കായിട്ട്. കണ്ടൻസർ ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്, പുറത്തുള്ള നമ്മുടെ കംപ്രസറും ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഇൻഡോർ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവാപ്പറേറ്റർ ആണ്. നമ്മുടെ ഈ ചൂടിനെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയണം. ബാക്കിൽ നമ്മുടെ പുറത്തായിട്ട് കംപ്രസറും ഉണ്ട്, കണ്ടൻസറും ഉണ്ട്. ഇപ്പോൾ 2 സാധനം മറ്റത് തണുപ്പിനെ ഒരെണ്ണത്തിനെ പുറത്ത് വലിച്ചെറിയണം, ഒരെണ്ണത്തിൻ്റെ തണുപ്പിന് ഉള്ളിൽ കയറി ചെയ്യണം. അപ്പോൾ ഈ 2 പണിയും ചെയ്യണം. അപ്പോൾ മെയിൻ സംഭവത്തിൽ ഫാനും കംപ്രസറുമാണ് മെയിൻ സംഭവമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ 18 ഡിഗ്രിയിലൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഈ കംപ്രസർ ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. കംപ്രസറിൽ ഏറ്റവും ഫാസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വിചാരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് 16 ഇടും, അപ്പോൾ പെട്ടെന്ന് നമ്മുടെ റൂം തണുക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ അത് തെറ്റായ കൺസെപ്ഷനാണ്. ഇപ്പോൾ 16 ഇട്ടാലും നമ്മളിപ്പോൾ 24 ഇട്ടാലും ഒരേ ടൈം അല്ല. ആക്ച്വലി ഫുൾ വർക്കിംഗ് സംഭവം സെയിം തന്നെ എടുക്കുക. എന്ന് വെച്ചാൽ എന്തായാലും ഓഫ് കോഴ്സ് നമ്മുടെ 14 ടെമ്പറേച്ചർ കുറവായിരിക്കും. പക്ഷേ അത് എന്തായാലും നമ്മുടെ എനർജി എഫിഷ്യൻസി കുറയാൻ ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ 24, ഇപ്പോൾ 27 ഒക്കെ ഇടും. ഞാൻ നോർമലി 27, 26 ഒക്കെ ഇടാറ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 31, 32 ഡിഗ്രി ഉള്ളവർക്ക് ഈ 26 എത്താൻ നമുക്ക് ഒരു കംപ്രസറിന് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വേണ്ടി വരും ശരിക്കും. അപ്പോൾ നമ്മുടെ കംപ്രസർ 15 മിനിറ്റ് ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 1000 വാട്ടാണെങ്കിൽ 1000 വാട്ട് ഫുൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ അതിന് വരെ ഇപ്പോൾ ഈ 15 മിനിറ്റ് നമ്മൾ 16 ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 45 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ എടുക്കുകയായിരിക്കും റൂമിൻ്റെ സൈസ് അനുസരിച്ചിട്ട്. അപ്പോൾ അത്രയും ഈ 1000 വാട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ നമ്മളിപ്പോൾ 24 to 27, 28 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 24ൻ്റെ താഴെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി എഫിഷ്യൻസി കൂട്ടാം, നമ്മുടെ കറണ്ട് യൂസേജ് കുറയ്ക്കാം, അതേപോലെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ആലോചിച്ചിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ എ സി ഇടേണ്ട ഒരു കാലമാണ്. എല്ലാവരും ഇപ്പോൾ എ സി ഇടുന്ന പരിപാടി ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അതേപോലെ നമ്മളിപ്പോൾ കോവിഡ് പ്രോട്ടോക്കോളിൽ തന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇതിൻ്റെ ഒരു റീസെൻ്റ്ലി ഒരു ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 24 to 28 ഡിഗ്രി 30 ഡിഗ്രിയിൽ വരെ നമ്മുടെ നമ്മുടെ കടയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓഫീസായാലും അങ്ങനെ തന്നെ ഈ ടെമ്പറേച്ചറിൽ നിർത്താൻ, അതുപോലെ 40 to 70% ഹ്യൂമിഡിറ്റി നിർത്താനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ ഈ സ്പ്രെഡിങ് ഈ ടെമ്പറേച്ചറിലായിരിക്കും കുറവ്. എന്ന് വെച്ചാൽ കോവിഡിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 4 ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ അതിനൊരു 14 ദിവസം വരെ ജീവിച്ചിരിക്കാനുള്ള ചാൻസ് അല്ല, അതിന് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു 37, 36 ഡിഗ്രിക്ക് ആണെങ്കിൽ അതിന് ഒരു ദിവസം നിൽക്കാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മുടെ പുറത്തൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നിൽക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഒരു 50 ഡിഗ്രിയൊക്കെ ആണെങ്കിൽ അതിന് 30 മിനിറ്റ് മാക്സിമം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി കാര്യം പറയുന്നത്.
പിന്നെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോൾ എൻ്റെ റൂം ടോപ്പ് ഫ്ലോറിലാണ്. അപ്പോൾ ടോപ്പ് ഫ്ലോറിൻ്റെ ഏറ്റവും മുകളിൽ ടെറസാണ്. ആക്ച്വലി ഇപ്പോൾ ഓപ്പൺ ടെറസാണ്. അപ്പോൾ ടെറസിലവർക്ക് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതൊരു സീലിംഗ് ചെയ്യേണ്ടി വരും. ആക്ച്വലി നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഈ സൺലൈറ്റിനെ ഫുള്ള് ചൂട് വലിച്ചെടുത്ത് സാധനം തങ്ങി നിൽക്കും മുകളിൽ. അപ്പോൾ നമ്മൾ സീലിംഗ് ഫാനാണ് നോർമലി ഇടുക എസിയുടെ കൂടെ. ശരിക്കും നോർമലി ഇപ്പോൾ കമ്പനി പറയുന്നത് നമ്മൾ എ സി ഇടുമ്പോൾ ഒരു സീലിംഗ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ഈ കൂൾ എയർ സ്പ്രെഡ് ആവാനും ഹോട്ട് എയർ വലിച്ചെടുക്കാനുള്ള ഇത് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ എ സിക്ക് പണി കുറയുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് എനർജി എഫിഷ്യൻ്റ് ആണെന്ന്. അപ്പോൾ നോർമലി നമ്മൾ സീലിംഗ് ഫാനാണ് ഇടുക. അപ്പോൾ സീലിംഗ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺക്രീറ്റിലുള്ള ചൂട് ഫുൾ വലിച്ചെടുത്ത് നിലത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ കംപ്രസറിന് ഇരട്ടി പണി വെച്ചു. അപ്പോൾ നോർമലി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരു സീലിംഗ് ഫാൻ ഓഫ് ആക്കിയിട്ട് ഒരു ടേബിൾ ഫാൻ കൊണ്ടുപോയിക്കുക. അപ്പോൾ അത് നമ്മുടെ ഉള്ള റൂമിലത്തെ എയറിനെ നോർമൽ ഉള്ള എയറിനെയാണ് സർക്കുലേറ്റ് ചെയ്യുള്ളൂ. മറ്റാണെങ്കിൽ ഇപ്പോൾ ഹോട്ട് എയറാണ് മുകളിൽ നിന്ന് വരിക. പിന്നെ നമുക്കൊരു ടിപ്പ് ചെയ്യാനുള്ളത്, ഇതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ടോപ്പ് ഫ്ലോറുള്ളവർക്കും അതുപോലെ ഡ്രസ്സ് ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അറ്റ്ലീസ്റ്റ് ഈ പോർഷനിൽ മാത്രമായിട്ട് ഒരു വൈറ്റ് സിമെൻറ്റ് കോട്ടിങ് ചെയ്ത് കൊടുക്കുക. ഒരു 3 to 4 കോട്ടിങ് ചെയ്താലും മതി, 3 ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്ന് വെച്ചാൽ ചൂട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നല്ല ചൂടാണ്. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് മുകളിലിട്ട് അത് ഒരു ഗണ്ട ചൂട് വരുന്നുണ്ട് ഡ്രസ്സിലൊക്കെ. അപ്പോൾ അത് ഈ വലിച്ചെടുത്തുകൊണ്ട് ഈ ചൂട് വരുന്നത്, അതിപ്പോൾ രാത്രി എഴുതാനും പോവില്ല. ഈ കോൺക്രീറ്റിൻ്റെ കുഴപ്പം തന്നെ ഇത് സാധനം അബ്സോർബ് ചെയ്ത് അങ്ങനെ നിൽക്കും. അപ്പോൾ അതിന് പകരം ഒരു ഓട് എടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് പറയുന്നത്. വൈറ്റ് സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സൺലൈറ്റ് വരുന്നത് തട്ടി റിഫ്ലക്ട് ചെയ്ത് പോയിക്കോളും. അപ്പോൾ കുറേയൊക്കെ ഹീറ്റ് റിഫ്ലക്ട് ചെയ്ത് പോയിക്കോളും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ടിപ്സിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു കാര്യം തന്നെ. നമുക്ക് നമ്മുടെ എ സിക്ക് പണി കുറയും, കംപ്രസറിന് പണി കുറയും. അപ്പോൾ നമ്മുടെ മണിയും ഇലക്ട്രിസിറ്റി യൂസേജും കുറയും. അപ്പോൾ ടേബിൾ ഫാനും മെയിൻ കാര്യമാണ്. പിന്നെ നമുക്കിപ്പോൾ എ സി ഇല്ലാത്തവർക്ക് ഇപ്പോൾ കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊരു ടേബിൾ ഫാനും ഒരു എന്താ പറയുക എക്സോസ്റ്റും വയ്ക്കുക നമ്മുടെ ജെല്ലേമ. അപ്പോൾ അത് നോർമലി നമ്മുടെ ഉള്ളിലത്തെ ഹോട്ട് എയറിനെ പുറത്തേക്ക് ആക്കാനും ഈ ടേബിൾ ഫാൻ നമ്മുടെ പുറത്തുനിന്നുള്ള നല്ല എയറിനെ ഉള്ളിലേക്ക് വെക്കാനും അപ്പോൾ ഒരു ചെറിയ എന്തായാലും എ സിയുടെ തണുപ്പ് വരില്ല, എന്തായാലും ചെറിയൊരു കൂളിംഗ് വരാനും ഇത് സഹായിക്കും. നിങ്ങളിത് കൂളർ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കാൻ മതി. ഒരു എക്സോസ്റ്റ് വയ്ക്കുക പുറത്തുനിന്ന്, നമ്മുടെ കൂളർ പുറത്തേക്ക് തള്ളിയിട്ട് നമ്മൾ എയർ പാസേജ് പുറത്തുനിന്ന് വരുന്ന പോലെ സ്ഥലത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം കൂളിംഗ് ഒക്കെ കിട്ടും. പിന്നെ നമ്മളെന്തായാലും കൂളർ നിങ്ങൾക്കറിയാം വെള്ളത്തിൽ നിന്നാണ് കുറച്ച് ദിവസമൊക്കെ വർക്ക് ചെയ്യുക. എന്നാലും വലിയ കൂളിംഗ് ഒന്നും വരില്ല. എന്നാലും അത്രയ്ക്കും എ സിയെ പ്രതീക്ഷിക്കൊന്നും വേണ്ട. എന്നാലും എ സി ഇല്ലാത്തവർക്കും അത് താങ്ങാൻ പറ്റാത്തവർക്കാണ് ഈ ടിപ്പ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ എനർജി എഫിഷ്യൻ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രിസിറ്റി നല്ല യൂസേജ് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും എ സിയാണ്. വീടുകളിൽ ഇപ്പോൾ ഫുൾ എ സി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ഇപ്പോൾ മഴ പെയ്യുന്നില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി യൂസേജ് കൂടുന്തോറും നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. ഇപ്പോൾ തന്നെ പുറത്തുനിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി മാക്സിമം സേവ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയും സേവ് ചെയ്യാൻ നോക്കുക, നമ്മുടെ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ നോക്കുക, അതുപോലെ മണിയും സേവ് ചെയ്യാൻ നോക്കുക, ഹെൽത്തും സേവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ലൈക്കും ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.